ഫ്രണ്ട്സ്, എന്തൊക്കെ മക്കളെ വിശേഷം? നമ്മൾ ഇന്ന് പുലാമന്തോൾ പോകാൻ വേണ്ടി നിൽക്കണം കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രിയ കൂട്ടുകാരികൾക്ക് ഒന്നും ഇപ്പം നമ്മൾ കൂടെ പോവായിട്ട്, നമ്മളൊരു യൂട്യൂബറാണ്, ഒരു സെലിബ്രിറ്റിയാന്ന് പോലും കണക്കിലെടുക്കാതെ ഓലെ കൂടെ ഞാനിങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓർക്ക് എല്ലാത്തിനും ഞാൻ വേണം. ഞാൻ ഒരു അന്തസ്സിലുള്ളൊരു സെലിബ്രിറ്റി ആയിട്ട് പോലും ഞാൻ എല്ലാവരുടെ കാര്യത്തിനും മുന്നിൽ കയറി നടന്നിരുന്ന ഒരാളാണ്. പക്ഷേ ഇന്നിപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ചങ്ക് പറയാണ്, ഞാനതാ ഇപ്പോൾ വിളിക്കാത്തത്, ഇജ്ജിപ്പോൾ എവിടേക്കും വിളിച്ചാൽ പോരുമില്ല, ഞാൻ പോരും പോലെ ഒരാളെയും കിട്ടൂല. ഇപ്പോൾ ഓൽക്കൊക്കെ ഓൽക്കാത്തരായപ്പോൾ നമ്മൾ കറിവേപ്പിലായി. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്നെപ്പോലെ ഒരാളും ഓലെ കൂടെ നടക്കാൻ ആരും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു യൂട്യൂബർമാരെ കിട്ടൂല. ഓലൊക്കെ കമ്മിയും ഡിമാൻഡും ആയിട്ട് നടക്കുക. സെലിബ്രിറ്റി പോലും അവനെ പുച്ഛിച്ച് നോക്കണ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോണത്. ആ ഒരു സന്ദർഭത്തിൽ ഞാൻ എല്ലാവരും കൂടെ നിന്നവർ ഇപ്പം ഞാനൊരു കറിവേപ്പിലായി മാറി. ഞാൻ സ്നേഹിച്ചോല് തന്നെ എന്നെ അവഗണിക്കുന്നു എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വഴിക്ക് പോയിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എല്ലാവരുടെ കൂടെ ഇങ്ങനെ നടക്കണം എന്നാണ് ഓലെ വിചാരം. ഒരു സെലിബ്രിറ്റി ഒരാളെ കൂടി നടക്കൂല. അത് ഓരോ സ്റ്റാൻഡേർഡ് ഓരൊരു കാര്യത്തിലാണ്. പക്ഷെ ഞാൻ ഒരു സെലിബ്രിറ്റിയാന്നുള്ള അഹങ്കാരത്തിലല്ല ഇതുവരെ ഞാൻ മുന്നോട്ട് പോയത്. എന്ന് വെച്ചാൽ ഇവരെ എല്ലാവരുടെ കൂട്ടത്തിലും ജെസ്സിയുടെ കൂടെയാണ് കൂടുതൽ നടന്നത്. ജെസ്സിയാണ് ഇപ്പം എന്നോട് അവഗണിച്ചിട്ട് വർത്താനം പറഞ്ഞത്. എനിക്ക് സഹിക്കാൻ പറ്റുമോ? ഞാൻ എല്ലാവരും ഒരുപോലെ കണ്ടായിരുന്ന റാബിയ നൗഷു, ഓളെ ഞാൻ ആദ്യം പരിചയപ്പെട്ടിരിക്കുന്നത്. ഓളത്തുനിന്ന് സപ്പോസിൻ്റെ അടുത്തുനിന്നും ഇങ്ങനത്തെ ഒരു അവഗണന എനിക്ക് കിട്ടിയിട്ടില്ല. ഏതെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും. പക്ഷേ എനിക്കതിന് എല്ലാവരും പിന്നാലെ നടക്കുക. ഇത് പഴയ ഞാൻ നല്ല നടന്നുകൂടല്ലോ. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ കുറേ പരിശ്രമിച്ചും ചെയ്തുകൊണ്ടു ഓലെ കൂടെ ഒക്കെ നടന്നിട്ടുണ്ടാവും. കല്യാണ പാർട്ടിക്ക് അവിടേക്കും ഇവിടേക്കും കുത്തിയോടത്തേക്കും മുളച്ചോടത്തേക്കൊന്നും എന്നെ ഒരാളെ സമ്മതിച്ചോളും ഇന്നത്തെ കാലത്തൊരു യൂട്യൂബർമാരെ കിട്ടൂല. ഓല ഡിമാൻഡ് കാര്യങ്ങളായിട്ട് ഓല് മുന്നോട്ട് പോകും. തിരക്കായിരിക്കും. പക്ഷെ ആ തിരക്കൊക്കെ മാറ്റി വെച്ച് ഓളെ കൂടെ പോയിട്ട് എനിക്കിപ്പോൾ കേൾക്കണത് ഇതാണ്. അതാ ഞാൻ വിളിക്കാത്ത. വിളിച്ചാലും കുറ്റമാണ്, വിളിച്ചില്ലെങ്കിലും കുറ്റമാണ്. ഇപ്പോൾ ഓൾക്കായി. അപ്പോൾ ഓളിപ്പോൾ നമ്മൾ വിളിച്ചോടത്ത് നമ്മളെല്ലായിടത്തേക്കും പോയിരുന്ന ആളാണ്. എന്നിട്ടാണ് ഓളെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു വാക്കുകൾ കേൾക്കുന്ന ഒന്നും എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ എനിക്കാരില്ലെങ്കിലും എനിക്കെൻ്റെ പടച്ചിറപ്പ് കൂടെ ഉണ്ട്. ആ ഒരു ബോധത്തോട് നടക്കുന്ന ആൾക്കാർ തളരില്ല. എന്ത് പ്രതിസന്ധി ഘട്ടത്തിലും ഞാൻ പിടിച്ചു നിൽക്കണമെങ്കിൽ എൻ്റെ റപ്പിൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ടാണ്. എനിക്ക് ഒരാളെ ഒരു ഔദാര്യത്തിലല്ല ഞാൻ ജീവിക്കുന്നത്. എൻ്റെ സ്വന്തം കാലിൽ നിന്നിട്ട് എൻ്റെ പരമാവധി ശ്രമിച്ചിട്ടാണ് ഞാൻ നടക്കുന്നത്. അധികം കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം തന്നെ മുഖത്ത് നോക്കി പറയണ ഒരു ശീലമാണ് എനിക്ക്. പക്ഷേ നേരെ പോകുന്നേരം എൻ്റെ ഉള്ളിൽ മനസ്സിൽ കളങ്കമില്ലാത്തത് കൊണ്ടാണ് ഇന്നെ എല്ലാവരും പറ്റിക്കുന്നത്. പറ്റിക്കുകയാണെങ്കിലും വെട്ടിപ്പിക്കുകയാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ നാച്ചുറലായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പടച്ചോൻ തന്ന ഊർജ്ജത്തിൽ മാത്രമാണ്. അത് എന്തേലും നിങ്ങൾക്ക് പറയാനുണ്ടോ? റബ്ബിൻ്റെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ കയറിക്കൂടിയ ഒരു ഭയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യണതൊക്കെ തെറ്റുള്ളത് എതിരായിട്ട് ആര് പ്രവർത്തിച്ചാൽ നമുക്കത് ഏൽക്കില്ല. അതാണ് എൻ്റെ സന്തോഷം. എൻ്റെ ഹെൽത്ത്, എൻ്റെ സന്തോഷം എൻ്റെ റബ്ബ് മാത്രമാണ്. അത് ഞാൻ എവിടെ പറയാനും എനിക്കൊരാളിഷ്ടമല്ല. എൻ്റെ റബ്ബിനെ മാത്രമേ ഞാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ. എന്ന് വെച്ചാൽ അത് ഉൾപ്പൊക്കെ വിജയത്തിലുള്ള ബാധയുള്ളൂ. അല്ലാതെ ഇപ്പോൾ എല്ലാവരും സ്നേഹിച്ചിട്ട് നടക്കാനൊന്നും എന്നെക്കൊണ്ട് കിട്ടിയില്ല. ഇനി പഴയ മാതിരി എനിക്ക് കഴിയില്ല. ഞാൻ ഇതുവരെ നടന്നല്ലോ അവരെ കൂടെയൊക്കെ. എന്നിട്ട് അവർ പറയുക, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് ഒരു സെലിബ്രിറ്റിയുടെ കൂടെ നടക്കണമെങ്കിൽ തന്നെ അന്തസ്സില്ലേ? ആ അന്തസ്സൊക്കെ ഞാൻ ബഹുമാനിച്ച് അവരെ കൂടെ എല്ലാ നാടകത്തിനും നിന്നിട്ട് ഇപ്പം ഞാൻ കറിവേപ്പിലായി മക്കളെ. എനിക്ക് യാതൊരു വിഷമവുമില്ല. അങ്ങനെ പറഞ്ഞോട്ടെ. ഓരൊക്കെ വിവരം ഇല്ലായ്മ കൊണ്ട് പറയാം. ചില നേരത്തെ വിവരം ഉണ്ടാവും, ചില നേരത്തെ വിവരം ഉണ്ടാവില്ല. അപ്പം ഞാൻ വലിയ ആളല്ലേ, അപ്പം ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. ജെസ്സി അങ്ങനെ പറഞ്ഞാലും ഒരാളും എൻ്റെ സപ്പൂസിന് എനിക്ക് വലിയ നിലയ്ക്ക് എത്തണം, പാട്ട് പാടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിച്ചെടുത്തു. ഇനിയിപ്പോൾ ഓള് വലിയ നിലയിലാക്കട്ടെ എന്നുള്ള ഒരു ഇതിൽ. റാബിയ നൗഷ് പിന്നെ അത്യാവശ്യം തന്നെ ഉള്ളത് തന്നെയാണ്, ആദ്യം മുതലേ ഉണ്ട്.
ഈ അപ്പോഴും സപ്പൂസിൻ്റെ കാര്യത്തിലാണ് എനിക്ക് വല്ലാത്ത സങ്കടം. ജെസ്സിക്ക് ഇപ്പോൾ അത്യാവശ്യമൊക്കെ ആയി. അപ്പം പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഓൾക്ക് ഉണ്ടാവട്ടെ. അതല്ല, ഓളിപ്പോൾ എന്ത് പറഞ്ഞാലും ഓൾക്ക് ചില നേരത്ത് കഥയില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ എന്താ പറയാനുള്ളത്, എനിക്കെന്നെ സ്നേഹിക്കുന്നവർ അവഗണിക്കുമ്പോൾ എനിക്കുള്ള ഫീലൊന്നും എനിക്കില്ലാതെ പോയി. എൻ്റെ മനസ്സിൽ ഇപ്പോൾ ആ ഒരു ചിന്ത ഇല്ലാതായിപ്പോയി. എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലായിടത്തുനിന്നും എല്ലാവരെയും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതുള്ളൂ ഇപ്പം എൻ്റെ അടുത്ത്. എല്ലാവരും പിന്നാലെ ഞാൻ അങ്ങനെ നടക്കണം എന്ന് വല്ലതുണ്ടോ? പക്ഷെ നടന്നത് ഇത്രയും കിട്ടി ലാഭം നോക്കുകയല്ല ചെയ്യേണ്ടത്. എല്ലാവർക്കും ഇപ്പം എന്നെ കുറിച്ചിട്ട് അപമാനം എനിക്കറിയില്ല. ഞാൻ എൻ്റെ കാര്യം സത്യസന്ധമായ കാര്യങ്ങൾ നേരെ മാത്രം ചിന്തയുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്നത് എൻ്റെ ഷമീർ ഷാൻ തന്നെയാണ്. അതിന് എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട്. എന്താ വെച്ചാൽ ഷമീർ ഷാനും ഇല്ല എങ്കിൽ ഞാനിപ്പോൾ യൂട്യൂബ് ഉണ്ടാവില്ല, ഞാനും ഉണ്ടാവില്ല, സെലിന കൃഷ്ണനും ഉണ്ടാവില്ല. ഇപ്പം ഇത്തിരി അവഗണനകൾ സഹിച്ചത് എൻ്റെ ഷമീർ ഷാൻ മാത്രമാണ്, വേറെ ആരും സഹിച്ചിട്ടില്ല. അവനിക്ക് എത്രമാത്രം വിഷമങ്ങളും സങ്കടങ്ങളും പരിഹാസം കേട്ടതാണെന്നറിയാം. ഒരു കുട്ടിനെ കിട്ടാനും വേണം ഭാഗ്യം. ഏത് നിമിഷത്തിലും കൂടെ നിൽക്കാനാ ആ ഒരു കുട്ടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബുള്ളറ്റ് മാനിക്കാൻ്റെ കാര്യം എന്ന് വെച്ചാൽ ബുള്ളറ്റ് മാനിക്കൻ നമ്മളെ നല്ല നിലയ്ക്ക് എത്തിച്ചു. പക്ഷേ അതിനും തിരക്കാണ്. അതിന് വീട്ടിൽ നിൽക്കാനോ ഭക്ഷണം കഴിക്കാനോ നേരമില്ലാതെ അത് ഓടുകയാണ്. അതും കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ടപ്പാടൊക്കെ സഹിക്കുന്നത്. അത് അതും ചെയ്തു തരായിട്ടൊന്നുമല്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഷമീർ ഷാനും നമ്മളെ ഒരു പാട്ടുമായിട്ട് വന്ന കുട്ടിയാണ്. അതിനാണെങ്കിൽ പറയാതെ എനിക്ക് കഴിയണില്ല. അത്രയ്ക്കും നന്മ ഉള്ളൊരു കുട്ടിയാണ്. അതുപോലത്തെ ഒരു കുട്ടീനെ ഈ ലോകത്ത് കാണാൻ കിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ നന്മ നമ്മൾ വല്ലാത്ത നന്മയാണ്. അതിൻ്റെ ഉമ്പാക്കും ഉപ്പാക്കും പുണ്യാണ് ആ മോന്. എവിടെ ഞാൻ പറയത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം. ഇപ്പം ഞാൻ എനർജിക്കായി സന്തോഷമായിരിക്കണമെങ്കിൽ ആ കുട്ടി കാരണം തന്നെ ഷമീർ ഷാനു കാരണം തന്നെയാണ്. അത് എനിക്ക് എവിടെയും പറയാൻ ഒരു മടിയില്ല. എന്ന് വെച്ചാൽ ഷമീർ ഷാനും ഇല്ല എങ്കിൽ എൻ്റെ കാര്യമൊക്കെ കട്ടപ്പുകയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഷമീർ ഷാനു എന്നെ 2 കൈയും സ്വീകരിച്ചു, കൂടെ നിർത്തി. ഞാൻ ഒരു കാര്യം എന്നോട് പറഞ്ഞു, എന്നെ എല്ലാവരും എന്നെ പറ്റിക്കപ്പെടുകയാണ്, എൻ്റെ കൂടെ നിൽക്കുമോ? അത് മുന്നും പിന്നും നോക്കാതെ എൻ്റെ കൂടെ നിന്നൊരു കുട്ടിയാണ്. കുട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയൊന്നുമല്ല, 14 വയസ്സൊക്കെ ആയിക്കോളും. അതിനെ എല്ലാവരും കുട്ടിയാക്കി മാറ്റില്ല. തടിയില്ല, ഭക്ഷണം വളരെ കുറവാണ്, ഭക്ഷണം കഴിക്കൂല, ഭക്ഷണം നേരത്ത് കഴിക്കില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെയെന്ന് പറഞ്ഞാൽ അത് എല്ലാവരും ഫാമിലിയിലൊക്കെ തടിയുള്ള പോലെ തന്നെയാണ്. പക്ഷേ അത് തടിക്കണില്ല. അതിന് ഫ്രൂട്ട്സ് ഐറ്റംസുകളൊന്നും കഴിക്കൂല. അതിന് നല്ല വൃത്തിയും ചിട്ടിയും വേണം സന്തോഷമായിട്ടുള്ളത്. അങ്ങനെ ഇങ്ങനെയൊന്നും ഭക്ഷണം വാരി വലിച്ച് കഴിക്കുന്ന ആൾക്കാരാണ് തടിച്ചത്. പക്ഷേ ആരോഗ്യം ഉണ്ടായാൽ മതി. പാവാണ്, പാവാണ് ഷാനുവിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് സങ്കടം. ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് എതിരൊന്നും പറയില്ല, ഓക്കെ സമ്മതിച്ച് തന്നു. നമ്മൾ ഒരു സപ്പൂസിനോട് പാട്ട് പാടാൻ നിസാറിനോടും ഓരോടും പറഞ്ഞപ്പോൾ ഓർക്ക് പൂർണ്ണ സമ്മതം. താത്ത എൻ്റെ സന്തോഷമാണ്, എൻ്റെ സന്തോഷം, എൻ്റെ വളർച്ചയാണ് ഷാനുവിന് വലുത്. അതാണ് ഷാനുവിൻ്റെ കൂടെ കട്ടക്ക് നിൽക്കണ. എത്ര പരിഹാസങ്ങൾ കേട്ടിട്ടും ഷാനു അത് പിന്തിരിയില്ല. അതെന്ന് വെച്ചാൽ എൻ്റെ വല്യമ്മാനെയും ഭയങ്കര ഇഷ്ടമാണ്. അതിനെ പോലത്തെ ഒരു മനസ്സുള്ളവർ ഈ ദുനിയാവിൽ കിട്ടാനില്ല. സന്തോഷമുള്ളൂ, എനിക്ക് സന്തോഷമുള്ളൂ. ഭയങ്കര സങ്കടമുണ്ട് ഷാനുവിൻ്റെ കാര്യത്തിൽ. എൻ്റെ ഒപ്പം നിൽക്കുമ്പോഴാണ് ഷാനുവിന് എന്തെങ്കിലും ഒരു റീച്ച് ഉണ്ടാവുള്ളൂ, വേറൊരു കാര്യത്തിലുമില്ല. പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന ആളെ കൂടെ നിന്നാൽ എനിക്ക് റീച്ച് ഇല്ലേനും. പക്ഷേ ഷാനുവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് റീച്ച് ഉണ്ട്. അത് ഷാനുവിന് ഇനി ഇഷ്ടപ്പെടുന്നവർക്ക് കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളെ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം, അല്ലാത്തവർ തെറ്റായി കാണുന്നവർ തെറ്റ്. ഇപ്പം എല്ലാവരും വിചാരം ഇപ്പം മുർഷിമോനെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ മുർഷിമോന് പഠിപ്പിക്കണോ കൊണ്ട് ഒരു 2 ആളാണ് നമ്മളെ കെയർ ചെയ്യണത്. എല്ലാവരും 2 ആളെ ധൈര്യത്തുമ്പോഴാണ് സെലു കിച്ചണ് ഇത്തിരി സന്തോഷമായിട്ടും എനർജി ആയി നിൽക്കുന്നത്.
അത് ഒരിക്കലും പറയാതിരിക്കാൻ കഴിയില്ല എനിക്ക്. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഞാൻ കടന്നു പോയിരുന്നത്. അതൊക്കെ മാറി ഇപ്പം സന്തോഷം. എല്ലാവരും കമൻറ്റ് ഇടുക, ഷാനുവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ, ഷാനു ഷമീറിൻ്റെ കൂടെ നിൽക്കുമ്പോൾ സന്തോഷമാണ്. എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെ ഷാനു ഷമീറിൻ്റെ കൂടെ നിന്നാൽ അതെന്താണെന്നറിയില്ല, അത്രയ്ക്കൊരു അറ്റാച്ച്മെൻറ്റ്, സ്നേഹവും വാത്സല്യം തന്നുകൊണ്ടായിരിക്കും, കെയർ ചെയ്തുകൊണ്ടായിരിക്കും, പ്രൊട്ടക്ഷൻ ഏറ്റെടുത്തുകൊണ്ടായിരിക്കും, എന്താണെന്നറിയില്ല. എനിക്ക് ഭയങ്കര എൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കും പോലെ ഫീലാണ് ഷാനുവിൻ്റെ കൂടെ നിന്നാൽ. ഒരു ധൈര്യവും ഒരു സന്തോഷമുണ്ട്. അതിപ്പോൾ ഞാൻ എവിടെയും പറയും, അതിന് കുഴപ്പമൊന്നുമില്ല. ഷാനു നല്ല പാവം കുട്ടിയാണ്, പാവമാണ്. അതിനെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. മുർഷിമോനി എല്ലാ ചാനലിലൊന്നും പോയി നല്ല പാട്ട് പാടാനൊക്കെ അറിയും. എൻ്റെ കൂടെ നിന്നിട്ട് അതിനൊന്ന് റീച്ച് ആക്കണം എനിക്ക്. എൻ്റെ ഷാനു ഷമീറിനെ രക്ഷപ്പെടുത്തണം. എന്ന് വെച്ചാൽ എൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും എന്നെ സഹായിച്ചവനാണ്. ഒരിക്കലും മരണം വരെ ഞങ്ങൾ വേർപിരിയില്ല. എന്നും കട്ടക്കായിട്ട് സപ്പോർട്ടുണ്ടാവും. നിങ്ങളുടെ സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, സി യു. അസ്സലാമു അലൈക്കും. ഡ്രസ്സ് തന്നെ ഷാളെങ്ങനെ ഉണ്ട്? എൻ്റെ സാച്ചാത്ത തന്ന ഷാളാണ്. എനിക്ക് ഹോംനേഴ്സ് ജോലിക്ക് പോയപ്പോൾ അവിടെ നിന്ന് തന്നതാണ് ഈ ഡ്രസ്സ്, ഈ ഷോള്. അടിപൊളി പല പല വെറൈറ്റി ഷാളുകളുണ്ട് കേട്ടോ. സാജാത്താനൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അവരെ നമ്പറൊക്കെ പോയി, എല്ലാവരുടെ നമ്പറും പോയി. പുത്തനത്താടി എല്ലാവരും ഇന്നെ പരമാവധി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെ. അത് ഹോംനേഴ്സ് ജോലിക്ക് പോയാലും അവിടെ ഉള്ളവരൊക്കെ നല്ല ഇഷ്ടത്തിലായിരുന്നു കേട്ടോ. അവിടുത്തെ അമ്മമാരും എല്ലാവർക്കും അതുപോലെ സ്നേഹിച്ച് മുന്നോട്ട് പോയിരുന്ന ഒരാളാണ് ഞാൻ. ഒരാൾക്കൊരു ഇണക്കമില്ല, ഒരു പിണക്കമില്ല, സന്തോഷമായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോണത്. പഴയ മരി എല്ലാതും ഉണ്ടായിട്ടും ഞാൻ എനിക്ക് ഇല്ലാത്ത പോലെ നടക്കണത് എന്താ ഇഷ്ടം, എനിക്ക് ഫാൻസിനോടാണ് ഇഷ്ടം. എല്ലാതും ഉണ്ടായിരുന്നു. ഇപ്പം ഒന്നുമില്ല. ഇപ്പം അമ്മയും വാപ്പിയൊക്കെ പോയി, സോലൊക്കെ സ്വർഗത്തിലും ഞാൻ ഇപ്പം നരകത്തിലും ആയ മാതിരിയാണ് ഇപ്പോൾ. എന്നാലിപ്പോൾ ഭർത്താവിൻ്റെ കാര്യം കഴിച്ചിട്ടിപ്പോൾ വിഷമിപ്പിക്കാനില്ല. ഇപ്പം നോർമലായി വരുന്നുണ്ട് മൂപ്പരാൾ. അപ്പോൾ എന്നോട് പറയാണ് എൻ്റെ ഭർത്താവ്, ഇനിയിപ്പോൾ കരഞ്ഞതിനൊക്കെ ഇപ്പം ചെറുക്കേണ്ടി വരുന്നു. അപ്പോൾ ഒരു കോൺഫിഡൻസ് തോന്നുന്നൊക്കെ ഉണ്ട് എനിക്ക്. കുറച്ച് കോൺഫിഡൻസൊക്കെ തോന്നുന്നുണ്ട്, ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ എൻ്റെ സംസാരത്തിൽ കുറച്ച് മിസ്റ്റേക്ക്, സ്പെല്ലിങ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ ക്ഷമിക്കണം കേട്ടോ. ചിലപ്പം നാവടിക്കാത്തുമ്പോൾ പിഴവ് വരും. അത് ക്ഷമിച്ച് മുന്നോട്ട് പോകണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ബൈ, സി യു. അസ്സലാമു അലൈക്കും. എങ്ങനെയുണ്ട് ഈ ഷാള്? സാറല്ലേ? അപ്പോൾ പോവാനായിട്ട് നിൽക്കണം. വേഗമൊക്കെ സെറ്റായിരിക്കണം അവിടെ. ഇനി മൊബൈൽ വെക്കാണ്ട് കണ്ണട ഉണ്ട്. ഇനി കണ്ണട വെക്കട്ടെ മക്കളെ. ഈ കണ്ണട എന്തിനാ വെക്കണമെന്ന് അറിയോ? കണ്ണട എനിക്ക് വെക്കണതല്ലേ, ഇങ്ങനെയുണ്ട്, സൂപ്പറല്ല കണ്ണട. കണ്ണട വെക്കുമ്പോൾ എന്താ വെച്ചിട്ട് വെയിലടിക്കാതിരിക്കണം.